ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചെമ്മീൻ മുളകിട്ടതുമായിട്ടാണ്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചെമ്മീൻ മുളകിട്ടത് ഉണ്ടാക്കുവാനായി ഞാനൊരു 1/2 കിലോ ചെമ്മീൻ വാങ്ങിയതായിരുന്നു. അത് തൊണ്ടൊക്കെ കളഞ്ഞ് എല്ലാം വൃത്തിയാക്കി കഴിയുമ്പോഴത്തേക്കും ഒരു 275 ഗ്രാമുണ്ട്. അത്രയും കിട്ടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പുളിവെള്ളവും ഒഴിച്ചു കൊടുത്ത് നമുക്ക് കൈകൊണ്ട് തന്നെ പുരട്ടി മാറ്റി വെക്കാം. പിന്നീട് സ്റ്റൗ ചെയ്ത് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. തീ ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയാണ്, ഹോളായിട്ടുള്ള ഉലുവയാണ്, അതിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമുക്ക് തീ കുറച്ച് കൊടുത്തതിന് ശേഷം നമുക്കതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളിയാണ് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതുപോലെ 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഇഞ്ചിയുടെ കഷ്ണം ചതച്ചെടുത്തതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് ഒരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് 2 സവാളയാണ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്, അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീട് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒപ്പരം ഇട്ട് കൊടുത്ത് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് തീ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടുവാൻ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ് ഞാൻ ചെമ്മീനിൽ പുരട്ടി കൊടുത്തിരുന്നല്ലോ. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്ന് ചെറിയ ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് നമുക്ക് മൂടിയിട്ട് കൊടുക്കാം. ഇത് നല്ലതുപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ്, അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം ഒന്ന് മാറി വരട്ടെ. നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 1/4 കപ്പ് പുളിവെള്ളമാണ്, അത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് ഇന്ന് ഇളക്കി കൊടുക്കാം. തീ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരട്ടെ. ഗ്രേവി ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പുരട്ടി വെച്ച ചെമ്മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീൻ ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്ത് മൂടിയിട്ട് കൊടുക്കാം. 2 മിനിറ്റ് ഈ അരപ്പൊക്കെ ഈ ചെമ്മീനിലൊന്ന് പിടിച്ച് വരുന്ന വിധത്തിൽ ഒന്ന് തിളച്ച് വരണം. ഈ സമയം നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്താ ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്ത് ചെമ്മീനൊക്കെ ഒന്ന് വേവുന്ന വിധത്തിൽ ഒന്ന് മൂടിയിട്ട് കൊടുത്ത് 2 മിനിറ്റ് വെട്ടി തിളച്ച് വരട്ടെ. നമുക്ക് മൂടി തുറന്ന് നോക്കാം. നല്ലതുപോലെ ഗ്രേവി ഇവിടെ വറ്റി വന്നിട്ടുണ്ട്. ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങാപ്പാലാണ്, അതൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിക്കുന്നത് കൊണ്ട് കറിക്ക് നല്ല ടേസ്റ്റും എരിവൊന്ന് ബാലൻസായി കിട്ടുകയും ചെയ്യും. ഇത് ചപ്പാത്തി, പൂരി, ചോറ് എന്നിവ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിക്കുവാൻ പറ്റിയ നല്ലൊരു ചെമ്മീൻ മുളകിട്ടതാണ്. ഇത് മീഡിയം സൈസിലുള്ള ചെറിയ ചെമ്മീനാണിത്. അത്ര വലുപ്പമുള്ളതല്ല, മീഡിയം സൈസിലുള്ളതാണ്. മുടിയിട്ട് കൊടുത്ത് ഒന്ന് തിളച്ച് വരട്ടെ. മുടി തുറന്ന് നോക്കാം. നല്ലതുപോലെ തിളച്ച് വരുന്നുണ്ട്.
ഇനി നമുക്ക് തീ ഓഫാക്കി കൊടുത്ത് ഇതിലേക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില തൂവി കൊടുക്കാം. മല്ലിയില ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കിത് സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റാണ്. നല്ല ചെമ്മീൻ മുളകിട്ടത് ഇവിടെ റെഡിയാണ്. ലാസ്റ്റ് ഇതിൻ്റെ മുകളിൽ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്ത് തീ ഒന്ന് ഓഫാക്കി കൊടുക്കാം. തീ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ചെമ്മീൻ മുളകിട്ടത് ഇവിടെ റെഡിയാണ്. നല്ല ഗ്രേവിയോട് കൂടി കിട്ടിയിട്ടുള്ളതാണിത്. 2 മീഡിയം സൈസുള്ള ഉള്ളിയും 1 തക്കാളിയും എടുത്താൽ തന്നെ നല്ല ഗ്രേവിയോട് കൂടി കിട്ടും. അത് വഴറ്റിയെടുത്താൽ നല്ല ടേസ്റ്റോട് കൂടി തന്നെ നമ്മുടെ ഈ ചെമ്മീൻ കറി കിട്ടുന്നതാണ്. എന്നാൽ ചെമ്മീൻ കിട്ടുമ്പോൾ ഇതുപോലെയൊന്നും ഉണ്ടാക്കി നോക്കൂ. അടിപൊളി ടേസ്റ്റാണ്. തേങ്ങാപ്പാൽ ഒഴിച്ചത് കൊണ്ട് തന്നെ അതിൻ്റെ ടേസ്റ്റ് രുചി ഒന്ന് വ്യത്യാസപ്പെട്ട് കിട്ടുന്നുണ്ട്. എന്നാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.